So next is tree. This is an important topic. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് ട്രീസ്. വാട്ട്സ് എ ട്രീ? എ ട്രീ ഈസ് എ കണക്റ്റഡ് അൺഡയറക്റ്റഡ് ഗ്രാഫ് വിത്ത് നോ സിമ്പിൾ സർക്യൂട്ട്. അതായത് കണക്റ്റഡ് ആവണം, ഗ്രാഫ് കണക്റ്റഡ് ആവണം, അൺഡയറക്റ്റഡ് ഓർ ഡയറക്റ്റഡ് ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ സിമ്പിൾ സർക്യൂട്ട്സ് ഉണ്ടാക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതാണ് ട്രീ. ഫോർ എക്സാമ്പിൾ, സർക്യൂട്ട് മീൻസ് ദിസ് എ സർക്യൂട്ട് അല്ലേ. ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ കണക്റ്റഡ് ആണെങ്കിലും ഈ വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തുടങ്ങി സർക്യൂട്ട് ഒരു ക്ലോസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പാടില്ല. ഓക്കെ, അപ്പം ക്ലോസ്ഡ് ആവാൻ പാടില്ല. ക്ലോസ്ഡ് ആവാതെ കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെയും പാടില്ല. ഓക്കെ, ഇതൊരു ട്രീന് എക്സാമ്പിളാണ്. കാരണം കണക്റ്റഡ് ആണ്, പിന്നെ സിമ്പിൾ സർക്യൂട്ടൊന്നും ഇല്ല. ഓക്കെ, ഇപ്പം ഇത് വേറൊരു ട്രീ എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, സാധാരണ ട്രീ കൊച്ചിലെ നിങ്ങൾ വരയ്ക്കുമല്ലോ, ട്രീസ് വരയ്ക്കുമല്ലോ. ഇപ്പോൾ സാധാരണ ഇങ്ങനെ വരച്ചിട്ട് പിന്നെ ബ്രാഞ്ചസ് അല്ലേ. അപ്പോൾ ഇത് തന്നെ അതേപോലെ തന്നെയാണ് ഇവിടെ ട്രീയും വരയ്ക്കേണ്ടത്. ഓക്കെ, ദിസ് ഇസ് അനദർ ട്രീ. അപ്പോൾ ക്ലിയർ ആയല്ലോ. ട്രീ ഈസ് എ കണക്റ്റഡ് ഗ്രാഫാണ് വിത്ത് നോ സിമ്പിൾ സർക്യൂട്ട്സ്. ടീനെ നമുക്ക് ടീന്ന് ദിസ് ഇസ് T1, ദിസ് ഇസ് T2, ദിസ് ഇസ് T3. ഓക്കെ, ഇനി വേറൊരു ഗ്രാഫ് വരയ്ക്കാം. ഇത് ട്രീ ആണോ? ഈസ് ഇറ്റ് എ ട്രീ? T4. ഇതൊരു ട്രീ ആണോ? നോക്കിയേ, ഇതിപ്പോൾ ഓക്കെ, ഈ വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തി, ഇവിടെ എത്തി, ഇവിടെ എത്തി. ഇതിങ്ങനെയല്ലേ. അപ്പോൾ ഇത് രണ്ട് ശരിക്കും വേണമെങ്കിൽ നമുക്ക് ഈ സംഭവത്തിനെ ഇതിനെ ഈ 4 വേർട്ടിസസിനെ ഇതിനെ മാറ്റി വെച്ചൂടെ ഇല്ലേ? ഇത് തന്നെയാണ് ഇത്. അപ്പോൾ ഇത് രണ്ട് ഡിസ്കണക്റ്റഡ് ആയില്ലേ, കണക്റ്റഡ് അല്ലല്ലോ. സോ ദിസ് ഈസ് നോട്ട് എ ട്രീ. ദിസ് ഈസ് നോട്ട് കണക്റ്റഡ്. കണക്റ്റഡ് അല്ല. കണക്റ്റഡ് എന്ന് വെച്ചാൽ എന്താ, ദെയർ എക്സിസ്റ്റ് എ പാത്ത് ഫ്രം എ വേർട്ടെക്സ് ടു എവറി അതർ വെർട്ടെക്സ്. ഒരു വെർട്ടെക്സിൽ നിന്ന് വേറെ ഏത് വെർട്ടെക്സ്, ഇപ്പോൾ ഇതിൽ നോക്കിയേ T1 ഈ വെർട്ടെക്സിൽ നിന്ന് ഇപ്പോൾ 1 2 3 4 5 6 7 8. So we can find a path from 1 to 2. This is a path. We can find a path from 1 to 3. ഇങ്ങനെ വരാം. 1 to 6. ഞാനിപ്പോൾ 1 ആർബിട്രറി എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 to വേണമെങ്കിൽ നോക്കാം. 1 to 6 ഇതാ ഇങ്ങനെ വരാം. 1 to 4 ഇതാ ഇങ്ങനെ വരാം. 1 to 5 ഇതാ ഇങ്ങനെ വരാം. 1 to 6 പറഞ്ഞല്ലോ. 1 to 7 ഇതാ ഇങ്ങനെ വരാം. 1 to 8 ഇങ്ങനെ എത്താം. ഓക്കെ, അപ്പം ഒരു വെർട്ടെക്സിൽ നിന്ന് വേറെ വെർട്ടെക്സ്, വേറെ ഏത് വെർട്ടെക്സിലോട്ട് നമുക്കൊരു പാത്ത് ഉണ്ടാവും. ഇനി ഇവിടെ നോക്കിയേ, ദിസ് ഇസ് 1 2 3 4 5 6 7 8. ഇസ് ദർ എനി പാർട്ട് ഫ്രം 1 to 8? 1 നിന്ന് 8 പറ്റുമോ? 1 ഇത് എവിടെ കൊണ്ട് തീർന്നു, പിന്നെ 8 പോകണമെങ്കിൽ പാത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ട്രീ അല്ല. ഓക്കെ, അപ്പോൾ ട്രീ ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് നോ സിമ്പിൾ സർക്യൂട്ട്. അത്രയും ഓർത്തിരുന്നാൽ മതി. ട്രീ ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് നോ സിമ്പിൾ സർക്യൂട്ട്. പിന്നെ ട്രീസിൻ്റെ കളക്ഷന് നമുക്ക് എന്താ പറയുക, കുറേ ട്രീ കൂടുതൽ തിങ്ങി കൂടി നിൽക്കുന്നതിന് എന്താ പറയുക, നമ്മൾ ഫോറസ്റ്റ് എന്ന് പറയാറില്ലേ. അപ്പോൾ ഇവിടെ ഫോറസ്റ്റ് ഉണ്ട്. ഫോറസ്റ്റ് ഈസ് എ ഡിസ്ജോയിൻറ്റ് യൂണിയൻ ഓഫ് ട്രീസ്. ഡിസ്ജോയിൻറ്റ് യൂണിയൻ ഓഫ് ട്രീസ്, അതായത് ഇങ്ങനെ ഒരു ട്രീ ഉണ്ട്, ഇത് വേറൊരു ട്രീ ആണ്. അപ്പോൾ ഇതിൻ്റെ യൂണിയൻ എടുത്താൽ ദാറ്റ് ഇസ് എ ഫോറസ്റ്റ്. ദെൻ ഇനി അടുത്ത കൺസെപ്റ്റ് ലീഫ്. ലീഫ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ട്രീയിൽ നിന്ന് ലീഫ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഇവിടെ ട്രീയിൽ ഇവിടുത്തെ ഹിയർ ലീഫ് ഈസ് എ പെൻഡൻറ്റ് വെർട്ടെക്സ്. പെൻഡൻറ്റ് വെർട്ടെക്സ് നിങ്ങൾക്ക് അറിയാം. പെൻഡൻറ്റ് വെർട്ടെക്സ് ഈസ് എ വെർട്ടെക്സ് ഓഫ് ഡിഗ്രി 1. പെൻഡൻറ്റ് വെർട്ടെക്സിൻ്റെ ഡിഗ്രി 1 ആണ്. അപ്പോൾ ഇതിൽ ആരാ ലീഫ്? ദിസ് ഇസ് 1 2 3 4 5 6. ഓക്കെ, സോ ലീഫ് ഏതാ? 4. ഡിഗ്രി ഓഫ് 4 is 1, ഡിഗ്രി ഓഫ് 3 is 1. 1ൻ്റെ ഡിഗ്രി 1 ആണ്, 6ൻ്റെ ഡിഗ്രി 1 ആണ്. അപ്പോൾ ഇതൊക്കെ 1 3 4 6 ഇതിൻ്റെ ലീഫാണ്. ഓക്കെ, അപ്പോൾ ലീഫ് മീൻസ് അതായത് ഒരു ട്രീയിൽ നിന്ന് കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. അതിൽ ലാസ്റ്റ് വന്ന് നിൽക്കുന്ന ഒരു എഡ്ജില്ലേ, ദാറ്റ് ഈസ് എ പെൻഡൻറ്റ് വെർട്ടെക്സ് അല്ലേ. ദാറ്റ്സ് എൻ എഡ്ജ് കണക്റ്റിംഗ് ദ പെൻഡൻറ്റ് വെർട്ടെക്സ്. അപ്പോൾ ലീഫ് എന്ന് വെച്ചാലും ഇതാണ്. ഓക്കെ, ലീഫ് ഈസ് എ പെൻഡൻറ്റ് വെർട്ടെക്സ്. അപ്പോൾ ഈ എഡ്ജിനെയല്ല ലീഫ് എന്ന് പറയുന്നത്, ഈ വെർട്ടെക്സിനെ കേട്ടോ.
ഡിഗ്രി 1 ആണ്. ഈ പറഞ്ഞ പോലെ 1, 3, 4, 6 ആർ ദ ലീവ്സ്. ഇനി നെക്സ്റ്റ് ഒരു റൂട്ടഡ് ട്രീ ആണ്. റൂട്ടിൻ്റെ പ്രത്യേകത എന്താ? ഇപ്പോൾ റൂട്ട്, ഇത് റൂട്ടാണെങ്കിൽ ഈ റൂട്ടിൽ നിന്നാണ് ബാക്കിയെല്ലാം വരുന്നത് അല്ലേ? അതുപോലെ തന്നെയാണ് റൂട്ടഡ് ട്രീ മീൻസ് ദ വെർട്ടെക്സ്. ഓക്കെ, ഇറ്റ്സ് എ ട്രീ ഇൻ വിച്ച് വൺ വെർട്ടെക്സ് ഹാസ് ബീൻ ഡെസിഗ്നേറ്റഡ് ആസ് എ റൂട്ട്. ഒരു വെർട്ടെക്സ് നമ്മൾ റൂട്ടായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഞാൻ ഇതിനെ അസൈൻ ചെയ്ത് ഇതിൽ നിന്നാണ് ബാക്കിയെല്ലാം വരുന്നത്. ഇതാണ് റൂട്ട്. ഓക്കെ, സോ വൺ വെർട്ടെക്സ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് എ റൂട്ട്. അപ്പോൾ ഇതിലേതാ റൂട്ടെന്ന് തോന്നുന്നത്? ഇത് റൂട്ടാണ് അല്ലേ? ഇതിൽ നിന്നല്ലേ ബാക്കിയെല്ലാം വരുന്നത്. ഓക്കെ, ദെൻ ഇവിടെ റൂട്ടഡ് ട്രീയിൽ നമുക്ക് ഡയറക്ഷനും കാണിക്കാം. ഓക്കെ, ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇതാണ് റൂട്ടെന്ന് നമുക്ക് പറയാം. ഇത് ഡയറക്ഷൻ ഡയറക്റ്റഡ് അൺഡയറക്റ്റഡിലും പറയാം. ഓക്കെ, നെക്സ്റ്റ് ഒരു തിയറമാണ്. ഇതിനകത്ത് കുറേ തിയറംസ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. എല്ലാം കൊച്ചു കൊച്ചു തിയറം, സിമ്പിൾ തിയറംസ് ആണ് കേട്ടോ. സോ ഫസ്റ്റ് തിയറം, ഇറ്റ് ഈസ് എ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ. Necessary and sufficient condition for an undirected graph to be a tree. ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫ് ട്രീ ആകാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്താണ്? അതാണ് നമ്മൾ ഈ തിയറത്തിൽ പറയുന്നത്. ആൻ അൺഡയറക്റ്റഡ് ഗ്രാഫ് is a tree if and only if there is a unique simple path. ഇതാ നേരത്തെ ഞാനൊരു ഡെഫിനിഷൻ പറഞ്ഞത്. there is a unique simple path between any two vertices. okay, ഏത് രണ്ട് vertices എടുത്താലും there exists a unique simple path. ഓക്കെ, അപ്പോൾ അതാണ്. ദാറ്റ് മീൻസ് ഇഫ് ആൻ അൺഡയറക്റ്റഡ് ട്രീ ഈസ് എ അൺഡയറക്റ്റഡ് ഗ്രാഫ് ഈസ് എ ട്രീ, ദെൻ ദെയർ എക്സിസ് എ യുണീക്ക് പാത്ത് ബിറ്റ്വീൻ എനി ടു വെർട്ടിസസ്. അതുപോലെ തിരിച്ച് ഇഫ് ദെയർ എക്സിസ് ആൻ സിമ്പിൾ പാത്ത് ബിറ്റ്വീൻ എനി ടു വെർട്ടിസസ് ദെൻ ഇറ്റ് ഇസ് എ ട്രീ. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പ്രൂഫിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി അസ്യൂം ദാറ്റ് എന്താണ് ട്രീ ആണെന്ന് അസ്യൂം ചെയ്യാം. അൺഡയറക്റ്റഡ് ഗ്രാഫ് ടി ഒരു ട്രീ ആണെന്ന് അസ്യൂം ചെയ്യുക. എന്ത് പ്രൂവ് ചെയ്യണം? ഒരു സിമ്പിൾ പാത്ത് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? ഇപ്പോൾ വാട്ട് ഇസ് മെൻ ബൈ ട്രീ? ട്രീ ഈസ് എ കണക്റ്റഡ്. ഇപ്പോൾ ട്രീ ആണെങ്കിൽ അവിടെ ആ ഗ്രാഫ് കണക്റ്റഡ് ആയിരിക്കും. പിന്നെ എന്തുണ്ടാവില്ല? സർക്യൂട്ട് ഉണ്ടാവില്ല അല്ലേ? സർക്യൂട്ടും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഏത് രണ്ട് വേർഡ്സസ് എടുത്താലും ഒരു പാത്ത് ഉണ്ടാവുമോ? ഇഫ് ദിസ് ഇസ് V1 വി ക്യാൻ ഗോ ത്രൂ V1 ടു എനി അതർ വേർട്ടിസസ് ഇൻ എ സിമ്പിൾ പാത്ത്. ഓക്കെ, അങ്ങനെയാണ്. ഇനിയിപ്പോൾ അതല്ല എന്ന് അസ്യൂം ചെയ്യാം. സപ്പോസ് there exists ഒരു പാത്തല്ല, സെക്കൻഡ് ഒരു പാത്തും കൂടി എക്സിസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കാം. there exists a path from particular XY രണ്ട് വേർഡ്സസ് ഉണ്ടെങ്കിൽ there exists a path, unique path from X to Y. പോട്ടെ, X ഇവിടെയാണെന്ന് വിചാരിക്കാം. സപ്പോസ് ഇഫ് there is another path, second path from Y to X. എക്സിൽ നിന്ന് വൈയിലോട്ടൊരു പാത്ത് ഉണ്ട്. ഇനി നമ്മൾ വൈയിൽ നിന്ന് എക്സിലോട്ട് വേറൊരു പാത്തുണ്ട്. ഈ പാത്തല്ല, ഇപ്പം ഇങ്ങനെ വരാം എക്സിൽ നിന്ന് വൈയിലോട്ട്. ഇതല്ലാതെ ഇങ്ങനെ വരാം. ഇതല്ലാതെ വേറൊരു പാത്തും കൂടെ ഉണ്ടെന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഇവിടെ നിന്ന് ഈ വേർട്ടിസസ് ഈ എഡ്ജസിൽ കൂടെ അല്ലാതെ വേറെ എഡ്ജസ് കൂടെ ഇതിലൂടെ വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് പാത്ത്. ഓക്കെ, സോ സപ്പോസ് there exists a path from ആദ്യം നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് ടി ഈസ് എ ട്രീ ആണ്. സോ ഇറ്റ് ഈസ് എവിഡൻറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് there exists a path from a vertex X to another vertex Y. ഇപ്പോൾ എക്സിൽ നിന്ന് വൈയിലോട്ടൊരു പാത്ത് ഉണ്ടാവും, കാരണം കണക്റ്റഡ് അല്ലേ? അങ്ങനെ ഒരു പാത്ത് ഉണ്ടാവും. ഇനി സപ്പോസ് there is another path, ഒരു പാത്ത് ഉണ്ടാവും, വേറൊരു പാത്തും കൂടെ എക്സിസ്റ്റ് ചെയ്യുന്ന അസ്യൂം ചെയ്യുക. വൈയിൽ നിന്ന് എക്സിലോട്ട് ഇങ്ങനെ വരാം. ഇങ്ങനെ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ എന്തായി? നമ്മൾ കൊടുത്ത എഡ്ജസ് അല്ല,
there exists a path through different edges that will form a circuit. അല്ലേ? അപ്പോൾ വേറൊരു പാത്ത് എന്തായാലും ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എന്തായാലും ഒരു സർക്യൂട്ട് ആയിരിക്കും, അത് ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദെയർ ഇസ് എ സർക്യൂട്ട്. ഇനി അങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടാവാൻ പോസിബിൾ ആണോ? വിച്ച് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് അവർ അസംഷൻ ഈസ് ഇറ്റ് ഈസ് എ ട്രീ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ട്രീ? ഇറ്റ് ഈസ് കണക്റ്റഡ് ആൻഡ് ഇറ്റ് ഹാസ് നോ സർക്യൂട്ട്. സർക്യൂട്ട് ഇല്ലാതെ, അല്ലേ, സർക്യൂട്ട് ഇല്ലാത്ത ഒരു ഗ്രാഫാണ് ട്രീ എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ എന്ത് കിട്ടി? സെക്കൻഡ് ഒരു പാത്ത് അസ്യൂം ചെയ്താൽ, ഇഫ് ദെയർ എക്സിസ് എ പാത്ത് ഫ്രം വൈ ടു എക്സ്, രണ്ടാമത്തെ പാത്ത് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ ഷുവർലി എ സർക്യൂട്ട് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ സിൻസ് ദിസ് ഇസ് എ ട്രീ. അപ്പോൾ നമ്മുടെ അസംഷൻ എന്താ? അത് നമ്മൾ പിൻവലിക്കണം. എന്ത് പറഞ്ഞത്? സെക്കൻഡ് പാത്ത് ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ തിരിച്ചെടുക്കണം. സോ ദെയർ ഇസ് നോ സെക്കൻഡ് പാത്ത്, ദാറ്റ് ഈസ് ദെയർ എക്സിസ് എ only one path, unique path from x to y. ഓക്കെ, അപ്പോൾ ആ പാർട്ടായി. ഇനി നമ്മുടെ കോൺവേഴ്സ് എന്താണെന്ന് വെച്ചാൽ, തിരിച്ചുള്ള റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, ഇഫ് ദെയർ എക്സ് ഇസ് എ യുണീക്ക് സിമ്പിൾ പാത്ത് ഫ്രം എനി ടു ബിറ്റ്വീൻ, അല്ലെങ്കിൽ ബിറ്റ്വീൻ എനി ടു വേർട്ടിസസ്, then it is a tree. Then it is a tree. അപ്പോൾ ഇത് ട്രീ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അത് അസ്യൂം ചെയ്യാം. there exists a single path. ഒരു എക്സ് എന്ന വെർട്ടെക്സിൽ നിന്ന് വൈ എന്ന വെർട്ടെക്സിലോട്ട് ഒരൊറ്റ പാത്തേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ട്രീ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് that means this graph G is connected. ട്രീൻ്റെ മീനിങ് എന്താ? കണക്റ്റഡ് ആവണം, സർക്യൂട്ട്ലെസ് ആവണം, സർക്യൂട്ട് ഇല്ലാത്തതാകണം, സർക്യൂട്ട്ലെസ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ എന്താ അസ്യൂം ചെയ്തിരിക്കുന്നത്? there exists a unique path from any two vertices. അപ്പോൾ പാത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് ഈസ് കണക്റ്റഡ്. അപ്പോൾ ആ പാർട്ട് ഓക്കെ ആയി. ബിക്കോസ് there is a unique path from between any two vertices means there exists the graph is connected ആയി. ഇനി എന്താ? സർക്യൂട്ട് ഇല്ലാന്ന്, ഇത് ക്ലോസ്ഡ് പാത്ത് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം എക്സ് എന്ന് വൈയിലോട്ട് ഒരൊറ്റ പാത്തേ ഉള്ളൂ. അപ്പോൾ വേറെ പാത്ത് ഉണ്ടെങ്കിലല്ലേ ഇത് ക്ലോസ്ഡ് ആവുള്ളൂ. ഒരൊറ്റ പാത്ത് ഉണ്ടെങ്കിൽ എന്തായാലും എന്തെല്ലാം സർക്യൂട്ട്ലെസ്സും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു തിയറം. അങ്ങനെ നമ്മൾ ആ തിയറം പ്രൂവ് ചെയ്യാം. എ ട്രീ വിത്ത് n vertices has n-1 edges. അപ്പോൾ n vertices ഉള്ള ഒരു ട്രീയിൽ n-1 edges ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ദിസ് ഈസ് എ ട്രീ. ഹൗ മെനി vertices? v1, v2, v3, v4, v5, v6, v7. സോ 7 vertices. അപ്പോൾ എത്ര എഡ്ജസ് ഉണ്ട്? 1, 2, 3, 4, 5, 6. സോ 6 എഡ്ജസ് അതെ. അപ്പോൾ ഏത് ട്രീയിൽ ഇത് ട്രൂ ആണ്. n വേർഡ്സ് ഉണ്ടെങ്കിൽ n-1 എഡ്ജസും ഉണ്ടായിരിക്കും. അത് റിസൾട്ടാണ് കേട്ടോ. ഈ ട്രീ വിത്ത് n വേർഡ്സസ് ഹാസ് n-1 എഡ്ജസ്. അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യണം? നമുക്ക് ഇൻഡക്ഷൻ യൂസ് ചെയ്യാം. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാം. ഇൻഡക്ഷൻ മെത്തേഡ് എന്താണ്? ആദ്യം നമ്മൾ n is equal to 1 പ്രൂവ് ചെയ്യും. We have to prove for n is equal to 1. Then assume for n is equal to n. Then prove for n is equal to n plus 1. n plus 1 പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇൻഡക്ഷൻ, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം ഇഫ് n is equal to 1, അതായത് ഒരൊറ്റ വേർട്ടെക്സേ ഉള്ളൂ. അപ്പോൾ എത്ര എഡ്ജസ് ഉണ്ട്? 1 വേർട്ടെക്സ്. സോ ഹൗ മെനി എഡ്ജസ്? there is no edge, 0 edge. Okay, so n vertex means it's an isolated vertex. അല്ലെങ്കിൽ ഒരൊറ്റ വേർട്ടെക്സേ ഉള്ളൂ ആൻഡ് നോ എഡ്ജ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കി വെച്ചിട്ട് അത് എഴുതി സെൻറ്റൻസ് ആക്കി എഴുതിയാൽ മതി. നോ എഡ്ജ്, therefore the result is true for n is equal to 1. ഓക്കെ, അപ്പോൾ ആ പാർട്ടായി. നെക്സ്റ്റ് അസ്യൂം ദ റിസൾട്ട് ഇസ് ട്രൂ ഫോർ n is equal to n. അതായത് ഫോർ n vertices, എ ട്രീ വിത്ത് n vertices, there are n-1 edges എന്ന് അസ്യൂം ചെയ്യാം. ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ്
for a for a tree with n+1 vertices. So for a tree with n+1 vertices, how many edges will be there? N edges. n+1 vertices ആണെങ്കിൽ n edge നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് എന്താ? n വേർട്ടെക്സ് ഉള്ള ഒരു ട്രീന് n-1 എഡ്ജസ് ഉണ്ട്. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്, അത് നമുക്കറിയാം. ദെൻ സപ്പോസ് എ ട്രീ, ഇപ്പോൾ നമ്മളൊരു ട്രീ എടുക്കുക. T is a tree with n+1 edges. n+1 vertices. n+1 vertices ഉള്ള ഒരു ട്രീ എടുക്കുക. അതായത് ഇപ്പം 4 വേർട്ടെക്സ് ഉള്ള ഒരു ട്രീ. ഈ 4 ഇത് നമ്മളൊരു എക്സാമ്പിളായിട്ട് നോക്കുകയാണ്. 4 വേർട്ടെക്സ് ഉള്ള ഒരു ട്രീ എടുത്തിട്ട് ഞാൻ അതിൽ നിന്ന് ഒരു എഡ്ജ് റിമൂവ് ചെയ്യും. Okay, so now I remove this edge. Okay, 4 vertex ഉള്ള ഒരു ട്രീ എടുത്തു. I delete an edge connecting 3 and 4. ഒരു എഡ്ജിനെ ഞാൻ റിമൂവ് ചെയ്തു. ഓക്കെ, ഇത് എക്സാമ്പിളാണ്, ഇത് നമുക്ക് തിയറത്തിലോട്ട് വരാം. അപ്പം 4 വെർട്ടെക്സ് ഉള്ള ഒരു ട്രീയിൽ നിന്ന് ഞാൻ ഒരു എഡ്ജ് റിമൂവ് ചെയ്താൽ നൗ ദിസ് ട്രീ ഈസ് ഡിസ്കണക്റ്റഡ്, ദിസ് ഗ്രാഫ് ഈസ് ഡിസ്കണക്റ്റഡ്. ഈ 4 എന്ന വെർട്ടെക്സ് അവിടെ നിൽക്കും, ബിക്കോസ് എഡ്ജ് റിമൂവലിൽ വെർട്ടെക്സ് പോവില്ലല്ലോ. അപ്പോൾ ഇതൊരു ട്രീ ആയി, ഇത് വേറൊരു ട്രീ ആയി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നോക്കണ്ട. ഇനി വെർട്ടെക്സ് ഫോർ ദിസ് T1, ഹൗ മെനി വേർഡ്സസ് are there? 1 2 3 വേർഡ്സസ് are there for T1. അതായത് ഒരു എഡ്ജ് ഞാൻ റിമൂവ് ചെയ്തപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരെണ്ണം കുറഞ്ഞിട്ടുള്ള വേർട്ടെക്സ് നമ്പർ കിട്ടിയില്ലേ. ആക്ച്വലി 4 വേർഡ്സസ് വേർ ദെയർ, നൗ ദെയർ ഇസ് ഓൺലി 3 വേർഡ്സസ്. അപ്പോൾ കുറഞ്ഞില്ലേ, വേർട്ടെക്സ് നമ്പർ കുറഞ്ഞില്ലേ. അപ്പം നമ്പർ കുറവാണെങ്കിൽ നമ്മൾ ഈ റിസൾട്ട് ട്രൂ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് പിന്നെ നമുക്ക് ജനറൽ കേസിലോട്ട് വരാം. So from these n+1 vertices, from this tree of n+1 vertices, delete an edge. Okay, അങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? There will be n vertices അല്ലേ. So we will be getting n vertices. We will be getting a subtree. ഇതിനകത്തുനിന്നൊരു subtree കിട്ടും with the n vertices. And by assumption n വെർട്ടെക്സിൽ ഈ സബ് ട്രീയിൽ, അതായത് T1ൽ ടീന്ന് നമുക്ക് T1 കിട്ടി, ആ T1ൽ n-1 എഡ്ജസ് ആയിരിക്കും. ബിക്കോസ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n is equal to n വെർട്ടെക്സ് ട്രീയിൽ n-1 എഡ്ജസ്. സോ ഫ്രം ദിസ് n+1 വെർട്ടിസസിൽ നിന്ന് ഒരു എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് 1 ലെസ് ദാൻ ദ ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടിസസ്, ദാറ്റ് ഈസ് n വെർട്ടിസസ്. And the result is true for n is equal to n. So this implies there are n-1 edges for this subtree. അത് ഇതിനകത്ത് n-1 edges ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ ട്രീ Tയിൽ എത്ര എഡ്ജസ് കാണും? T1 പിന്നെ ഒരൊറ്റ എഡ്ജും കൂടെ ചേർന്നതാണ് നമ്മുടെ T. ഓക്കെ, T1 യൂണിയൻ എ സിംഗിൾ എഡ്ജ്, അതാണ് നമ്മുടെ T. ഈസ് T1 യൂണിയൻ എ സിംഗിൾ എഡ്ജ്. അപ്പോൾ T എന്ന ഗ്രാഫിൽ അല്ലെങ്കിൽ T എന്ന ട്രീയിൽ ഹൗ മെനി എഡ്ജസ് വിൽ ബി ദെയർ? T1ൽ എത്ര എഡ്ജസ് ഉണ്ട്? n-1 പ്ലസ് സിംഗിൾ എഡ്ജ് എന്ന് വെച്ചാൽ അത് 1 അല്ലേ, ആ ഒരു എഡ്ജിൽ നമ്മൾ റിമൂവ് ചെയ്തേ. അപ്പോൾ n-1 പ്ലസ് 1 എത്രയാ? n. സോ ദെയർ ആർ n എഡ്ജസ് ഫോർ എ ട്രീ വിത്ത് n+1 വേർട്ടിസസ്. ക്ലിയർ ആയല്ലോ?